ഹായ്, ഞാൻ സ്നേഹ. SL ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ തൻ്റെ ഭാര്യയായിട്ട് സ്വീകരിക്കാൻ പോകുന്ന സമയത്ത് അതിനു മുമ്പൊക്കെ ആയിട്ട് അവർ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതായത് ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള ക്വാളിറ്റീസൊക്കെ ഉണ്ടെങ്കിലാണ് അവർ ഒരു സ്ത്രീയെ ഭാര്യയായിട്ട് സ്വീകരിക്കുന്നുണ്ടായിരിക്കുക. ഇത് ചിലരുടെ കാര്യത്തിൽ അങ്ങനെ ആവണമെന്നില്ല. ബിക്കോസ് അവർ പെട്ടെന്നുള്ള മാരേജും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റണമെന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പായിട്ട് പോകുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ആ റിലേഷൻഷിപ്പിലുള്ള ആ ഒരു സ്ത്രീയെ ഭാര്യയായിട്ട് സ്വീകരിക്കണോ വേണ്ടോ എന്നൊക്കെ നോക്കുന്നത് ഞാൻ ഈ പറയുന്ന ക്വാളിറ്റീസ് അവരിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനനുസരിച്ചാണ്. അപ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ, അവരെ നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യുകയും അവർക്ക് ഇമ്പോർട്ടൻസ് നൽകുകയും ചെയ്യുന്ന ആളുകളെയാണ്. അതായത് അങ്ങനെയുള്ള സ്ത്രീകളെയാണ് ഇവർ ചൂസ് ചെയ്യാറുള്ളത് പൊതുവെ. ബിക്കോസ് ഈ ഒരു അപ്രീസിയേഷൻ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് എല്ലാവരുടെയും ലൈഫിൽ. മാത്രമല്ല, പുരുഷന്മാർ ഇത്തരത്തിലുള്ള അപ്രീസിയേഷൻസ് ഒക്കെ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ കൂടിയാണ്. ഇവർക്ക് ഇവരെ കെയർ ചെയ്യുക, സ്നേഹിക്കുക എന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇങ്ങനെ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ടായിരിക്കുക. അതേപോലെ തന്നെ അവർക്ക് വാല്യൂ നൽകുക, അവർക്ക് ഇമ്പോർട്ടൻസ് നൽകുക, ഇങ്ങനെയുള്ള കാര്യം കുറച്ചുകൂടി പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളിലുണ്ടോ? അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അഭിനന്ദനങ്ങൾ നൽകുകയും അവർക്ക് വാല്യൂ നൽകുകയും അവർക്ക് പ്രാധാന്യം നൽകുകയും ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ ലൈഫിൽ എന്നുള്ള കാര്യം അവർ നല്ല രീതിയിൽ ശ്രദ്ധിക്കും എന്നുള്ളതാണ്. ഇത് നോക്കി ഉറപ്പ് വരുന്നതിന് ശേഷം മാത്രമാണ് അവർ നിങ്ങളെ ചൂസ് ചെയ്യണോ എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്ത്രീകളെ പൊതുവെ പുരുഷന്മാർക്ക് ഒത്തിരി ഇഷ്ടമാണ്. ബിക്കോസ് ഇങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയുമ്പോൾ അവർക്ക് സ്വന്തം കാര്യം നോക്കാൻ കഴിയും. അതേപോലെ തന്നെ ഇപ്പോൾ മിക്ക പുരുഷന്മാർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നില്ല. വേറെ എന്തെങ്കിലും ഇപ്പോൾ ഒരു ക്ഷീണം എന്ന് തന്നെ വിചാരിക്കും, എന്തെങ്കിലും ഒരു വയ്യായിക വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ദിവസം ജോലിക്ക് പോയില്ലെങ്കിലും ധൈര്യമായിട്ട് അവർക്ക് ഇരിക്കാൻ പറ്റണം എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ജോലിക്ക് പോകാൻ സാഹചര്യവശാൽ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും ടെൻഷൻ ഇല്ലാതിരിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടായിരിക്കാം? അത് അവരുടെ ഭാര്യയ്ക്ക് ജോലി ഉള്ളതുകൊണ്ടാണ്. അവരുടെ ഭാര്യയ്ക്ക് ജോലി ഉള്ളതുകൊണ്ട് അവർക്ക് ടെൻഷനില്ല. കാരണം ഞാനില്ലെങ്കിലും അവൾ ഉണ്ടല്ലോ എന്നുള്ള ചിന്ത അവർക്കുണ്ടായിരിക്കും. അത് അവർക്കൊരു താങ്ങാണ്. സോ ഇപ്പോഴും ഇങ്ങനെ ജോലിയൊക്കെ ഉള്ള ഒരു സ്ത്രീയാണ് എന്നുണ്ടെങ്കിൽ പൊതുവെ പുരുഷന്മാർക്ക് അവരോട് താല്പര്യം കൂടുതലായിരിക്കും. മറ്റൊന്നും കൊണ്ടല്ല, ഇത്തരത്തിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ബാക്കിയുള്ള കാര്യങ്ങളിൽ എല്ലാത്തിലും ഒരു താങ്ങായിട്ട് കൂടെ ഉണ്ടാകും എന്നൊരു ചിന്ത അവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ അംബീഷനാണ്. എപ്പോഴും ചെയ്തതിലൊരു അംബീഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. എനിക്ക് ഇന്നതാവണം അല്ലെങ്കിൽ ഇന്നത് ചെയ്യണം എന്നൊരു ചിന്ത ഉണ്ടായിരിക്കണം. അതല്ലാതെ ജീവിതം എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് ആ രീതിയിൽ തട്ടിയും മുട്ടിയും പോവാം എന്ന് വിചാരിക്കുന്നവരോട് പൊതുവെ ആർക്കും താല്പര്യം ഉണ്ടായിരിക്കില്ല. അതിപ്പോൾ സ്ത്രീകളാണ് എന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. ഒരു ഒഴുക്ക് പോലെ, അതായത് ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, ഒഴുകുന്ന ആ ഒഴുക്കിനൊപ്പം ഒരുമിച്ചായിട്ട് നീന്തുക എന്ന് വിചാരിക്കുന്ന ആ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ വലിയ രസം ഉണ്ടാവില്ല. നേരെ മറിച്ച് കുറച്ചൊക്കെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ അംബീഷ്യസ് ആയിട്ടുള്ള ആളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും താല്പര്യം കൂടുതലായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ജീവിതത്തിലൊരു ലക്ഷ്യബോധവും ലക്ഷ്യമൊക്കെ ഉള്ള സ്ത്രീകളെയാണ് പൊതുവെ പുരുഷന്മാർ കൂടുതൽ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നതും അങ്ങനെ ചൂസ് ചെയ്യാറുള്ളത്. ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, കമ്മിറ്റ്മെന്റ് ഉണ്ടോ എന്നുള്ളത് നോക്കും എന്നുള്ളതാണ്. ഇപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ തന്നെ നമുക്ക് കമ്മിറ്റ്മെന്റ് അറിയാനായിട്ട് പറ്റും. അവർക്ക് നമ്മളോട് എത്രത്തോളം കമ്മിറ്റ്മെന്റ് ഉണ്ടെന്നുള്ളത് അവരുടെ പെരുമാറ്റത്തിൽ നമുക്ക് അറിയാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലൊരു കമ്മിറ്റ്മെന്റ് ഇപ്പോൾ ഇമോഷണലി ആണെങ്കിലും ഫിസിക്കലി ആയാലും നിങ്ങളുമായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ടോ, വളരെയധികം ഇമോഷണലൊക്കെ കണക്റ്റഡ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ അവർ നോക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഇമോഷണലി ഉള്ള ഒരു അറ്റാച്ച്മെന്റ്, ഇന്റിമസി എന്നൊക്കെ പറയുന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് നിങ്ങളുടെ ഭാവി ജീവിതത്തിലേക്ക്. ഇപ്പൊ മാനസികമായിട്ടൊരു അടുപ്പവും ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർക്ക് ലൈഫിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. സോ ബാക്കി എന്തില്ലെങ്കിലും ഈ ഒരു ഇമോഷണൽ ഇന്റിമസി വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളവരെയാണ് പൊതുവെ ചൂസ് ചെയ്യാറുള്ളത്. കമ്മിറ്റ്മെന്റ് ഉണ്ടോ എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഏറ്റവും ലാസ്റ്റത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇമോഷണൽ സ്റ്റെബിലിറ്റിയും മെച്യൂരിറ്റിയാണ്. ഇപ്പോൾ ഈ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ മെച്യൂരിറ്റി എന്നൊക്കെ പറയുമ്പോൾ എന്താണെന്നുള്ളത്. വേറെ ഒന്നുമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ നിങ്ങൾക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ തളർന്നു പോകുന്ന ഒരാളാവരുത്. അതായത് എന്തിനെ നേരിടാൻ കഴിയുന്ന ഒരാളായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ മെച്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഭയങ്കര പക്വതയോടെ പെരുമാറുക എന്നുള്ള ഒരു അർത്ഥമല്ല നമ്മളോട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ മാത്രം പറയേണ്ട സ്ഥലത്ത് പറയുക, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അതായത് കറക്റ്റ് സാഹചര്യങ്ങൾക്കനുസരിച്ച് പെരുമാറാൻ കഴിയുന്ന ഒരാളായിരിക്കണം എന്നുള്ളതാണ്. ഒരു കുട്ടിത്തമൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്, കുട്ടിത്തമുള്ളവർ ഇഷ്ടമാണ്. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ചുകൂടി മെച്യൂർഡ് ആവണം എന്നുള്ളത് കൂടിയാണ്. കുറച്ചുകൂടി ഒന്നും ബോൾഡായിട്ട് മാറുക, അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാണ്ട് വലിയ രീതിയിൽ പക്വതയുള്ള ഒരു പേഴ്സണെ മാത്രമേ അവർ ചൂസ് ചെയ്യുള്ളൂ അങ്ങനെയൊന്നുമില്ല. മിക്ക പുരുഷന്മാർക്കും കുറച്ച് കുട്ടിത്തമുള്ളവർ ഇഷ്ടമാണ്. എങ്കിൽ പോലും കുറച്ചൊക്കെ മെച്യൂരിറ്റിയും നിങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് മാത്രം. എല്ലാ കാര്യത്തിലും ആ ഒരു കുട്ടിത്തമാണെങ്കിൽ അവർക്കത് ഇഷ്ടപ്പെടണം എന്നില്ല.
സോ അതുകൊണ്ട് അവരുടെ മുമ്പിൽ നിങ്ങളൊരു കുട്ടികളെ പോലെയൊക്കെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരത് മാക്സിമം എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കും. എന്നാൽ മറ്റ് സിറ്റുവേഷൻസിലൊക്കെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയണം, കുറച്ചൊക്കെ മെച്യൂർഡ് ആവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പൊതുവെ പുരുഷന്മാർ അവർ വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീകളിൽ ഉണ്ടോ എന്ന് നോക്കാറുള്ളത്. ഞാൻ പറഞ്ഞാൽ എല്ലാവരും ഇത് നോക്കണമെന്നില്ല, കാരണം മിക്കവരുടെയും മാരേജ് എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് ഫാമിലിയൊക്കെ ഡിസൈഡ് ചെയ്തു, ചിലപ്പോൾ പരസ്പരം നല്ല രീതിയിൽ സംസാരിക്കാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ ഒരുപാട് സംസാരിച്ച് കഴിയുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ അതിനുള്ള സമയം പലർക്കും കിട്ടണം എന്നില്ല. എന്നാൽ റിലേഷൻഷിപ്പിലൊക്കെ ഉള്ള ആളുകളാണ്, അപ്പോൾ ആ ഒരാളെ തന്നെ മാരേജ് ചെയ്യാൻ പോകുന്ന, അതായത് അതിനു വേണ്ടി പ്രിപ്പയർ ആവുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ ശ്രദ്ധിച്ചിരിക്കും. ഇതെല്ലാം ശ്രദ്ധിച്ചതിന് ശേഷം ഇതൊക്കെ ഓക്കെ ആണെങ്കിലാണ് മിക്കവരും ആ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു മാരേജുമായിട്ട് മുന്നോട്ട് പോകാറുള്ളത്. കാരണം ഇതിലുള്ള 1-2 പോയിന്റ്സ് ഒക്കെ നമുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് ആ പറഞ്ഞ ഏതെങ്കിലും ക്വാളിറ്റീസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഭാവി ജീവിതത്തിൽ ഒരു പ്രശ്നമായിട്ട് മാറിയേക്കാം എന്നുള്ളതൊക്കെ അവർ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും ക്വാളിറ്റീസ് ഉണ്ടോ എന്നുള്ളത് നോക്കുമെന്നും അതേപോലെ തന്നെ ഇത്രയും ക്വാളിറ്റീസ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതിനു മുമ്പേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇപ്പോൾ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതൊന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്